റെയിൽവേ ട്രാക്കും പരിസരവും സാമൂഹ്യ വിരുദ്ധരുടെയും മദ്യപാനികളുടെയും താവളമെന്ന പരിസരവാസികൾ. ഇതേ തുടർന്ന് വർക്കല കോടതി റോഡിന് സമീപത്ത് താമസിക്കുന്നവർ വർക്കല പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ്. ട്രാക്കിന് സമീപത്ത് രാത്രികാലങ്ങളിൽ മദ്യപാനവും മയക്കുമരുന്നും ഉപയോഗിച്ച് സാമൂഹ്യ വിരുദ്ധർ ട്രാക്ക് വഴി സഞ്ചരിക്കുന്ന കാൽനട യാത്രക്കാരെ തടഞ്ഞു നിർത്തി അസഭ്യം പറയുന്നതും അക്രമം നടത്തുന്നതും ഇവിടെ നിത്യസംഭവമാണെന്നും പരിസരവാസികൾ പറയുന്നു. പിന്നെ രാത്രി ശരിക്കും ആളുകൾ വന്നിരിക്കും. നമ്മൾ പറയുമ്പോഴത്തേക്ക് അവർ നമ്മളെ തിരിച്ചു വഴക്ക് പറയും. എന്തിന് നിങ്ങൾ പറയുന്നത് നിങ്ങളെ സ്വത്താണ് എന്നൊക്കെയാണ് അവർ ചോദിക്കുന്നത്. മുസ്ലിങ്ങളും ഒക്കെ ആയിട്ട് കൂടി പിന്നെ ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇങ്ങനെ പെങ്കൊച്ചുങ്ങളും ആൺകുച്ചുങ്ങളും ഒക്കെ പോകും. ട്രെയിൻ കടന്നു പോകുന്ന റെയിൽവേ ട്രാക്കിൽ കല്ലുകൾ വെച്ച ട്രെയിൻ അപകടത്തിൽപ്പെടുത്തുവാനും ശ്രമം നടക്കുന്നതായും ചിലർ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. പകൽ സമയങ്ങളിൽ ട്രാക്കിനോട് ചേർന്നുള്ള പൊന്തക്കാടുകൾ കേന്ദ്രീകരിച്ചാണ് സാമൂഹ്യ വിരുദ്ധർ തമ്പടിക്കുന്നത്. പരിസരവാസികൾ കൂട്ടരെ ചോദ്യം ചെയ്താൽ രാത്രികാലങ്ങളിൽ മദ്യപിച്ചെത്തി അസഭ്യവർഷവും ഭീഷണിയും പതിവാകുന്നു എന്നാണ് പരിസരവാസി കൂടിയായ അഡ്വക്കേറ്റ് വിവേക് പറയുന്നത്. ഞാൻ അഡ്വക്കേറ്റ് വിവേക്. ഇത് വർക്കല മുനിസിപ്പാലിറ്റി 18-ാം വാർഡാണ്. ഇവിടുത്തെ സാമൂഹ്യ വിരുദ്ധ ശല്യം അധികം രൂക്ഷമാണ്. അത് മയക്കുമരുന്ന്, സിഗരറ്റ്, മദ്യപാനം ഇതിനെല്ലാം ശല്യ രൂക്ഷം കാരണം പരിസരവാസികൾക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്. വഴിയെ പോകുന്ന തടഞ്ഞു നിർത്തി അസഭ്യം വിളിച്ച് ഭീഷണിപ്പെടുത്തൽ, മോഷണം, അതുപോലെ ഇവിടെ റെയിൽവേ പാളത്തിൽ കല്ലെടുത്ത് വെക്കുന്നൊക്കെയുള്ള പരാതി കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് മെമ്പർക്കും പരാതി കിട്ടി, ഇവിടുത്തെ വാർഡ് മെമ്പർക്കും. അപ്പോൾ ഞാൻ അവരുടെ അഡ്വൈസറും കൂടെയാണ്. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ വന്നത്. എനിക്കും നേരിട്ട് അനുഭവം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ പോലീസ് പരാതി കൊടുത്തു, DGP പരാതി കൊടുത്തു. ശക്തമായ നടപടി ഉണ്ടാവുമെന്നാണ് പോലീസ് സ്റ്റേഷനിൽ കിട്ടിയ അറിവ്. ഇപ്പോൾ ഈ സ്പോട്ട് തൊട്ട് അവിടെ ഒരു പാലമുണ്ട്, അതിൻ്റെ അടി വരെയാണ് ഈ കേന്ദ്രം, ഈ സാമൂഹിക വിരുദ്ധ കേന്ദ്രം. ഈ സ്ഥലം എന്ന് പറയുന്നത് കോടതി റോഡാണ്. വർക്കല കോടതി റോഡിനും അപ്പൂപ്പൻകാവിനും ഇടയിലുള്ള ട്രാക്കിന്റെ ഈ സ്പോട്ടാണ് ഈ സ്പേസ് എന്ന് പറയുന്നത്. ഇവിടെയാണ് സ്ത്രീകൾക്കും എല്ലാം ബുദ്ധിമുട്ടാണ്. ഇത് മെയിൻ വഴിയാണ്. മയക്കുമരുന്നും മറ്റുള്ള കാര്യങ്ങളൊക്കെ റെയിൽവേ ട്രാക്കിനോട് ചേർന്നുള്ള കാടുകൾ നീക്കം ചെയ്ത പോലീസിന്റെ ശ്രദ്ധ ഇവിടേക്ക് എത്തിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. വിസ്മയ ന്യൂസ്, വർക്കല.